ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മീനാക്ഷിക്ക് എന്തെങ്കിലും? മീനാക്ഷിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയെന്നോ? ആര്? അറുമുഖം എന്ന അയാളുടെ പേര്. കഴുത്തറുത്ത് പലിശ വാങ്ങുന്നവനാ. സെക്യൂരിറ്റികൾ പോയോ? പോയി. സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യ ഒരു രഹസ്യ കാമനെ പോലെ വന്ന് കാണേണ്ട അവസ്ഥ. മടുത്തു വന്ദനെ. ഞാൻ ആലോചിച്ചിട്ട് ഈ അവസ്ഥയിൽ നിന്ന് ഒഴിവാകാൻ ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്താ? കുറച്ചു ദിവസം ദീമോളും കൂട്ടി നീ വീട്ടിൽ പോയി നിൽക്കേ, ഞാനും വരാം. കുറച്ചു ദിവസത്തേക്കാണെങ്കിലും അപ്പച്ചടി വിദ്യാർത്ഥിയുടെ ശല്യമൊന്ന് ഒഴിവായി കിട്ടാൻ അതേ ഉള്ളൊരു മാർഗം. സന്തോഷം. കുറച്ച് ദിവസങ്ങളായല്ലോ അച്ഛന്റെ അമ്മയുടെയും വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട്. ദീമോളെയും കൂട്ടി നമ്മൾ ചെല്ലുന്നത് അവർക്ക് സന്തോഷായിരിക്കും. എനിക്കും സന്തോഷം തന്നെ. അമ്പടി കള്ളി, നിന്റേത് കള്ളോർക്കായിരുന്നല്ലേ? ജയനാങ്കള് വന്ദനമ്മയ്ക്ക് ഒളിച്ചും പാത്തല്ലേ വരുന്നത്, അതുകൊണ്ടല്ലേ ദീമോളും പഠിക്കുന്നത്. പതുക്കെ. അപ്പുറത്തുള്ളവർക്ക് 4 ചെവിയാ. അച്ഛന്റെ അച്ഛമ്മേരെയും വീട്ടില് എന്നാ പോകുന്നേ? അധികം വൈകാതെ പോകാം. താങ്ക് യു അങ്കിൾ. കുറച്ച് ദിവസത്തേക്ക് ആനന്ദവല്ലി മുത്തശ്ശീരെയും വിദ്യ ആന്റിയുടെയും ഡാഗിനി മുഖം കാണണ്ടല്ലോ. ഹലോ മീനാക്ഷി, ഞാൻ മാധവനാ. ഞാൻ മീനാക്ഷി അല്ല മാധവേട്ട. സുചിത്രയുടെ അമ്മ ജഗതയാണ്. ജഗതേ, മീനാക്ഷി അവിടെ പോയി? ജഗതേ, ജഗത എന്തിനാ കരയുന്നത്? മീനാക്ഷിക്ക് എന്തെങ്കിലും? മീനാക്ഷിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയെന്നോ? ആര്? അറുമുഖം എന്ന അയാളുടെ പേര്. കഴുത്തറുത്ത് പലിശ വാങ്ങുന്നവനാ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അയാളും മീനാക്ഷിയും തമ്മിൽ എന്താ ഇടപാട്? മീനാക്ഷിയുടെ അമ്മ ജീവിച്ചിരുന്നപ്പോ അവരുടെ ആശുപത്രി ചെലവിനായി മീനാക്ഷി കുറെ പണം കടം വാങ്ങിയിരുന്നു. പലിശയും മുതലും ചേർത്ത് എല്ലാ പണവും അവൾ കൊടുത്തു തീർത്തതാ. പക്ഷേ മുഴുവൻ പൈസയും കൊടുത്തു തീർത്തിട്ടില്ലെന്ന് അയാള് പറയുന്നത്. കുറെ ഗുണ്ടകളെയും കൂട്ടി വന്ന് ബലാത്കാരമായിട്ടാ അവളെ പിടിച്ചോണ്ട് പോയത്. പിടിച്ച് വണ്ടിക്കരുത്. ഈ അറുമുഖം ഇപ്പൊ എവിടെയുണ്ടെന്നോ അയാളുടെ ഫോൺ നമ്പർ അറിയുവോ? ഒന്നും അറിയില്ല മാധവേട്ട. അവന് എവിടെയൊക്കെയോ താവളങ്ങളുണ്ട്, ആൾക്കാരും പണവും ഉണ്ട്. അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരും ചോദിക്കാനില്ലാത്ത അനാഥ പെണ്ണ മീനാക്ഷി എന്ന് അവനറിയാം. മീനാക്ഷിക്ക് ഏക ആശ്രയമായിട്ടുള്ള എനിക്ക് അവനെ നേരിടാനുള്ള ത്രാണിയുമില്ല. അവള് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാ ഞാൻ കാത്തിരിക്കുന്നേ. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജഡം പോലും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ജഗതേ,
എന്താ മാധവേട്ട? സുചിത്രയുടെ അമ്മ ജഗതയാ സംസാരിച്ചത്. മീനാക്ഷിയെ അറുമുഖം എന്ന പലിശക്കാരൻ തട്ടിക്കൊണ്ടുപോയെന്ന്. തട്ടിക്കൊണ്ടുപോയെന്നോ? ആ, അങ്ങനെ ഒരു പലിശക്കാരനെ കുറിച്ച് മീനാക്ഷി എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹാ, അമ്മയുടെ ചികിത്സാ ചെലവിന് വാങ്ങിയ പണം പലിശ സഹിതം മീനാക്ഷി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുന്ന പ്രകൃതക്കാരിയൊന്നും അല്ല മീനാക്ഷി. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് മാധവേട്ട. ഉം. ഹരിതയുടെ വീട്ടിൽ തളർന്നു വീഴാതെ എന്നെ താങ്ങി നിർത്തിയവളാ മീനാക്ഷി മോള്. ഞാൻ പ്രസവിക്കാത്ത എന്റെ മോള. അവളെ ഏത് വിധേനയും രക്ഷപ്പെടുത്തണം. എന്താ ആലോചിക്കുന്നേ? പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം. മീനാക്ഷിയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ചന്ദ്ര സമാധാനിക്കേ. ദേവി, വെളിപ്പുറത്തമ്മേ, ഭഗവതി, എന്റെ മീനാക്ഷി മോളെ കാത്തോളണേ. അവളുടെ പേരിൽ അമ്മയ്ക്കൊരു വഴിപാട് ഞാൻ നടത്തിയേക്കാം. ഇത് അറുമുഖത്തിന്റെ ഗോഡൌണാ. പാണ്ടിക്കടവ് ഗോഡൌൺ. എന്നെ ഉപദ്രവിക്കരുത്. ഓ ഓ, നിങ്ങൾ ആവശ്യപ്പെടുന്ന മുഴുവൻ പണവും ഞാൻ തന്നേക്കാം. എന്നെ വെറുതെ വിടണം. നീ വാങ്ങിയ പണവും പലിശയും തന്നവളാ. പക്ഷേ അറുമുഖത്തിനത് പോരാ. പണം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. എനിക്കിനേ നിന്റെ നയാ പൈസ പോലും വേണ്ട മോളെ. അറുമുഖം നിന്നെ വേറൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കാൻ പോവാ. വെറുതെ അല്ല, 15 ലക്ഷം രൂപയ്ക്ക്. ആ, അവര് നിന്നെ മുതലാക്കിയെടുത്തോളും. മാനത്തെ കൊട്ടാരം